മലയാളത്തിലെ പ്രിയ നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി. ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനടനായി മാറാൻ ആസിഫ് അലിക്ക് സാധിച്ചിരുന്നു. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെയാണ് ആസിഫ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച സംവിധായകരുടെ സിനിമകളിൽ ആസിഫ് ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് ആസിഫ് അലി ചെയ്ത സിനിമകൾ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. തുടർ പരാജയങ്ങൾക്ക് ശേഷം ആസിഫ് അലി മികച്ച തിരിച്ചുവരവ് നടത്തിയ വർഷമായിരുന്നു 2024. കഴിഞ്ഞ വർഷം ഇറങ്ങിയ കിഷ്കിന്ധകാന്തം, ഈ വർഷം പുറത്തിറങ്ങിയ രേഖാചിത്രം എന്നിവ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. ഇപ്പോൾ തന്റെ സുഹൃത്തും നടിയുമായ ഭാവനയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആസിഫ് അലി. ഭാവന എപ്പോഴും തന്നെ എടാ എന്നാണ് വിളിക്കുകയെന്ന് ആസിഫ് അലി പറയുന്നു. തങ്ങൾ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഇരുവർക്കുമിടയിൽ ഉണ്ടെന്നും ആസിഫ് പറഞ്ഞു. എടാ നിനക്കറിയുവോ എന്ന് ചോദിച്ച ഒരു ആംബുലൻസ് വരുന്നത് പോലെയാണ് ഭാവന തന്റെ അടുത്തേക്ക് വരുന്നതെന്നും തനിക്ക് ഭാവനയെ പേടിയാണെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. മുമ്പ് മഴവിൽ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആസിഫ് അലി. ഭാവന എന്നെ എപ്പോഴും എടാ എന്നാണ് വിളിക്കുക. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കിടയിലുണ്ട്. എടാ നിനക്കറിയാവോ എന്ന് ചോദിച്ച ഒരു ആംബുലൻസ് വരുന്നത് പോലെയാണ് ഭാവന അടുത്തേക്ക് വരുന്നത് തന്നെ. എനിക്ക് പേടിയാണ് അവളെ, ആസിഫ് അലി പറയുന്നു.